പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഈയിടെ അന്തരിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഫ്രെഡറിക് ഫോസൈറ്റ്, അദ്ദേഹത്തെ പറ്റിയാണ് പറയാനുള്ളത്. അദ്ദേഹം രാഷ്ട്രീയ ത്രില്ലറുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്ത് എമ്പാടും നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയെ വളരെ നഖശിഖാന്തം എതിർത്തുകൊണ്ടുള്ള ഒരു രചനയായിരുന്നു. അദ്ദേഹം പത്രപ്രവർത്തകനായിട്ട് തൻ്റെ ജീവിതം ആരംഭിച്ചു. BBC-യിലും ഒക്കെ വർക്ക് ചെയ്തു. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ദ ഡേ ഓഫ് ദ ജാക്കൽ. ഇത് 1890 ജനിച്ച 1970 വരെ ജീവിച്ച ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള ചാൾസ് ദി പഗാർ അദ്ദേഹത്തിൻ്റെ കഥയാണ്. കാരണം അദ്ദേഹം സ്വച്ഛാധിപതിയായിട്ട് രാജ്യം ഭരിച്ചു. ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തി. അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തിയപ്പോൾ ഫ്രാൻസിലെ വിമതർ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയാണ്. ഒരു ബ്രിട്ടീഷ് കൊലയാളിയെ, ജാക്കൽ എന്ന് പറയും, രഹസ്യനാമം ജാക്കൽ, ഈ ജാക്കലിനെ കൊണ്ടുവരികയാണ് ഈ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി. പ്രസിഡന്റ് വധിക്കാൻ വേണ്ടി വന്നപ്പോൾ, ജാക്ക് എത്തിയപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഫ്രഞ്ച് പോലീസ് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ജാക്കലിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഫ്രഞ്ച് പോലീസ് തോൽപ്പിക്കുകയാണ്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഇദ്ദേഹം നൈജീരിയയിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. 6 മാസത്തേക്കാണ് BBC അയച്ചത്. അവിടെ ചെന്ന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരും അവിടുത്തെ പ്രധാന ജനതകളും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ചരിത്രം അദ്ദേഹം നോവലാക്കി എടുക്കുകയാണ്. കാരണം മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത, അത് ചരിത്രം എഴുതപ്പെട്ട കാലം മുതൽ തന്നെ ഉണ്ട്. അതിനെതിരെയാണ് അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചത്. അതിൽ അദ്ദേഹം വിജയിക്കുകയാണ്. ഇതാണ് എന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.